ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം ആദ്യത്തെ പാഠം കനകച്ചിലങ്കയിൽ വരുന്ന ഒരു ഭാഗമായ മാനത്തെ കാഴ്ചകളാണ്. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങളായ കാക്കിരി പൂക്കിരി, അതുപോലെ വാമൊഴിച്ചന്തം, പഴഞ്ചൊൽ പെരുമ, ആനയും അണ്ണാറക്കണ്ണനും, ഒളിച്ചുകളി തുടങ്ങിയ ഭാഗങ്ങളുടെ ക്ലാസ്സുകൾ മുകളിൽ ടീച്ചർ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കിയാലോ. മാനത്തെ കാഴ്ചകൾ. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. നമ്മൾ നേരത്തെ ഒരു കുഞ്ഞു കവിത പഠിച്ചായിരുന്നു അല്ലേ, കുമാരനാശാന്റെ പുഷ്പവാടിയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. നമുക്ക് വായിക്കാം. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരുചേരാ കായലിതേതൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. അപ്പോ എന്താണ് പറയുന്നത്? നീലക്കായലിൽ ഇളകുന്ന തിരയിൽ, നീലക്കായലാരാണ്? മുകളിലെ ആകാശം. നീരില്ല നിലയില്ല, അവിടെ നീരുമില്ല, വെള്ളവുമില്ല, ഒഴുക്കുമില്ല. ഇങ്ങനെ നീരുചേരാ കായലിതേതൻ, ഇങ്ങനെ വെള്ളമില്ലാത്ത കായലേത്? എന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, എൻ്റെ ഇത്തിരിപ്പൂവേ ചൊല്ലാനാണ് പറയുന്നത്. തീരമില്ല കായലകലെ, തീരമില്ലാത്ത അകലെയുള്ള ആ കായൽ ഏതാണ്? കാണുമാകാശം കാണുമാകാശം, ആകാശമാണതല്ലേ. നമുക്ക് ബാക്കി വായിക്കാം. നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല എന്നാൽ അർത്ഥം എന്താണ്? ഒരു കായലിലുള്ള വഞ്ചിയില് തുഴയാൻ ആളോ തുഴയോ ഒന്നും തന്നെ ഇല്ല. കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, ഈ കാറ്റില് ആടുന്ന ഈ തോണി ഏത് സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ എന്ന് ചോദിക്കുകയാണ്. വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. അപ്പൊ വാനിലെ, ആകാശത്തിലെ ഈ പൊൻ തോണി ഏതാണ്? ചന്ദ്രനെയാണ് പറയുന്നത് അല്ലേ, ചന്ദ്രക്കല രൂപം. അപ്പോൾ നീലക്കായലിലെ വഞ്ചിയിൽ ആളില്ലാത്ത തുഴയില്ലാത്ത കാറ്റിലുലയുന്ന തോണി ഏതാണ്? വാനിലെ പൊൻതോണിയാണ് ചന്ദ്രൻ. ഇനി അടുത്ത് നോക്കിയേ. ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടുകിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. നോക്കൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൂരെ കായലിൽ ഒഴുകും കനലിൽ, ദൂരെ കായലിൽ ഒഴുകുന്ന ഒരു കനലാണ്, ഒരു തീക്കട്ടയാണ്. തീയില്ല പുകയില്ല, പക്ഷെ തീയുമില്ല പുകയുമില്ല. ചൂടുകിട്ടാ തീക്കനൽ ഏതൻ, ഈ ചൂട് കിട്ടാത്ത തീക്കനൽ ഏതൻ മന്ദാരപ്പൂവി എന്നാണ് ചോദിക്കുന്നത്. കൈവിളക്കു കണക്ക് കത്തും, അതാരാണ്? നക്ഷത്രമാണ്, സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. അപ്പൊ ദൂരെ കായലിൽ ഒഴുകുന്ന കനലിന് തീയില്ല പുകയില്ല, ചൂട് കിട്ടാത്ത ഈ തീക്കനൽ ആരാണ്? നക്ഷത്രമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രഭാവർമ്മ. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരുചേരാ കായലിതേതൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ലാത്ത കായലകലെ കാണുമാകാശം കാണുമാകാശം. നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടുകിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു? തീർച്ചയായും കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട്. കായലും ആകാശവും നീല നിറത്തിലാണുള്ളത്. കായലിനും ആകാശത്തിനും അറ്റമില്ലാത്ത പോലെ നമുക്കും തോന്നാറുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? എന്താണ് കാരണം? ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ കാരണം പകുതി തെളിഞ്ഞ ചന്ദ്രന് തോണിയെപ്പോലെ വളഞ്ഞ ആകൃതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രക്കലയെ തോണിയോട് കവി ഉപമിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ, നക്ഷത്രം. നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ?
അപ്പോൾ നമുക്ക് രണ്ടെണ്ണം എഴുതാം. ആന കേറാമല, ആടുകേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. ഇനി രണ്ടാമത്തത്, അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. അടുത്ത ചോദ്യം, ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ, അവയുടെ ഉത്തരം കണ്ടെത്താനായോ? അപ്പൊ നിങ്ങളുടെ ടീച്ചർ കുറച്ച് കടങ്കഥകൾ അതുപോലെ കടങ്കഥ പാട്ടുകൾ പറഞ്ഞു തരും. അപ്പൊ അതിൽ നിന്ന് കടങ്കഥയുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അടുത്ത ചോദ്യം, മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ, കൂട്ടുകാരുമായി പങ്കിടൂ, അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? അപ്പോൾ മുകളിലെ ദൃശ്യം അനുസരിച്ച് കടങ്കഥകൾ കണ്ടെത്തണം. എന്തൊക്കെയുണ്ട് ദൃശ്യത്തിൽ? തീവണ്ടിയുണ്ട്, കന്നുകാലിയുണ്ട്, വീടുണ്ട്, മരമുണ്ട്, പുഴയുണ്ട്, റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കടങ്കഥകൾ നോക്കാം. എന്തു വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായി കടങ്കഥകൾ നിർമ്മിക്കണം. മണിയടിച്ചാൽ മലമ്പാമ്പോടും, തീവണ്ടിയാണ്. മൂളും വണ്ടി, മുച്ചക്രവണ്ടി, ഓട്ടോറിക്ഷ. മുച്ചക്രവണ്ടി ഞാൻ, മൂന്നാൾക്ക് വേണ്ടി ഞാൻ, ഒറ്റക്കണ്ണൻ ഞാൻ, അതും ഓട്ടോറിക്ഷയാണ്. കൂകി വിളിച്ചു ഓടി വന്നു, ഒരുപാട് പേരെ ഇറക്കി, ഒരുപാട് പേരെ ഏറ്റി, തീവണ്ടിയാണ് ഉത്തരം. ഇതുപോലുള്ള കടങ്കഥകൾ ചിത്രം വെച്ച് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് കടങ്കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കടങ്കഥകൾ ഉണ്ടാക്കി നോക്കണം. അടുത്ത ചോദ്യം നോക്കൂ, കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്തു കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കടങ്കഥ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കടങ്കഥ? കടങ്കഥ എന്നത് ഒരു വസ്തുവിനെയോ ജീവിയെയോ ആശയത്തെയോ നേരിട്ട് പറയാതെ സൂചനകളിലൂടെ മറച്ചു വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ആ സൂചനകൾ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുകയാണ് കടങ്കഥയുടെ ലക്ഷ്യം. ഒരു നല്ല കടങ്കഥയുടെ പ്രത്യേകതകൾ: ഉത്തരം നേരിട്ട് പറയരുത്, സൂചനകൾ ഉണ്ടായിരിക്കണം, പക്ഷേ അത് വ്യക്തമാക്കരുത്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം, ചുരുക്കവും ലളിതവുമായ ഭാഷ ഉപയോഗിക്കണം, ഒരേ ഒരു ശരിയായ ഉത്തരം ലഭിക്കുന്ന തരത്തിലായിരിക്കണം, കൗതുകവും രസവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ചർച്ച ചെയ്ത് എഴുതേണ്ട കാര്യമാണ്. ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം. 3ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.